ഹായ് ഗായ്സ്, വെൽക്കം ടു CS നോട്ട്സ്. ഞാൻ അഫ്സൽ. കഴിഞ്ഞ വീഡിയോയില് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന ആർക്കിടെക്ചർ എന്ന വിഷയത്തിൽ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റുകളെ കുറിച്ച് പറഞ്ഞു. രണ്ട് യൂണിവേഴ്സൽ ഗേറ്റുകളിൽ ഒരു ഗേറ്റ് ആയിട്ടുള്ള നാൻഡ് ഗേറ്റിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോർ ഗേറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും CS നോട്ട്സിന്റെ ഈ ഒരു വീഡിയോ ലെക്ചറിലേക്ക് സ്വാഗതം. നോർ ഗേറ്റ് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ഗേറ്റുകൾ ഒരു ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിന്റെ അതേപോലെ തന്നെ ഒരു പ്രൈമറി ഗേറ്റിനെ നെഗേറ്റ് ചെയ്യുന്ന ഗേറ്റ് ആണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും. നോർ എൻ മീൻസ് നെഗേറ്റ്, ഓർ എന്ന് പറയുന്ന പ്രൈമറി ഗേറ്റിനെ നെഗേറ്റ് ചെയ്യുന്നതാണ് നോർ ഗേറ്റ്. അഥവാ നോർമൽ ആയിട്ടുള്ള ഒരു ഓർ ഗേറ്റ് എങ്ങനെയാണോ അതിന്റെ ഇൻവേർട്ട് ചെയ്ത ഫോമാണ് നമുക്ക് നോർ ഗേറ്റിലൂടെ കിട്ടുക. ഇത് യൂണിവേഴ്സൽ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ പ്രൈമറി ഗേറ്റുകളും ഇതുവഴി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നോർ ഗേറ്റിന്റെ ഡയഗ്രം എങ്ങനെ വരും നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് നെഗേറ്റ് ദ ഓർ, റൈറ്റ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ഓർ ഗേറ്റ് വരക്കാം. രണ്ട് ഇൻപുട്ടുള്ള ഒരു ഓർ ഗേറ്റ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. A, B എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട്, then അതിന്റെ ഔട്ട്പുട്ട്. ഇതാണ് ഒരു ഓർ ഗേറ്റ്. ഈ ഓർ ഗേറ്റിനെ നമ്മൾ വീണ്ടും നെഗേറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന Y. ഇതാണ് നോർ ഗേറ്റ്. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് എങ്ങനെ വരക്കാൻ പറ്റും? ഇതാണ് നോർ ഗേറ്റിന്റെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഫോം. ഇതിനെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്താണ് ഈ ഫോം. സോ ഇതാണ് നമ്മൾ നോർ ഗേറ്റിന്റെ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, Y ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നമുക്കറിയാം ഓർ എന്ന് വെച്ചാൽ A+B ആണ്. ഓർ മീൻസ് A+B. ഇവിടെ എയും ബി ആണ് ഇൻപുട്ട് എങ്കിൽ A+B ആണ് ഓർ. അതിന് നെഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B അതിന്റെ കോംപ്ലിമെന്റ്. ഇതാണ് Y എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നോർ മീൻസ് നെഗേറ്റ് ദ ഓർ. സോ നമുക്ക് ഓർ ഗേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ നെഗേറ്റ് ചെയ്താൽ മതി. സോ അതിനെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്, നമുക്ക് രണ്ട് ഇൻപുട്ട് ഉണ്ട്, എയും ബിയും. ആ രണ്ട് ഇൻപുട്ട് വെച്ചിട്ട് അതിന്റെ ഓർ ഓപ്പറേഷൻ ഞാൻ ഇവിടെ പെർഫോം ചെയ്തിട്ട് അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഓർ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർ ഓപ്പറേഷന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? നെഗേറ്റ് ദ ഓർ. സോ ഓറിനെ നമ്മൾ നെഗേറ്റ് ചെയ്താൽ മതി. സോ 0നെ നെഗേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1നെ നെഗേറ്റ് ചെയ്താൽ, അത് ഓരോ ഫീൽഡിലുള്ള വാല്യൂ നമ്മൾ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിയാൽ മതി. സോ ഇവിടെ 0 1 ആവും, 1 0 ആവും, 1 0 1 0. ഇതാണ് നോറിന്റെ ട്രൂത്ത് ടേബിൾ. നമുക്കറിയാം A+B എന്ന് പറയുന്ന ആ ഒരു റിസൾട്ടിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നോർ. സോ ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം, നമ്മൾ ഏതൊക്കെ കേസിലാണ് 1 കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ കേസിലാണ് 0 കിട്ടിയിട്ടുള്ളത്. എല്ലാ ഇൻപുട്ടും 0 ആണോ? നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1 കിട്ടും. അതാണ് നോറിന്റെ പ്രത്യേകത. ഓക്കെ, എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ ആ കേസിൽ നമുക്ക് 1 കിട്ടും. അതല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടും ലോ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ കിട്ടും. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ലോ കിട്ടും. സോ ഔട്ട്പുട്ട് ലോ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ഹൈ ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ഉണ്ടാവണം. ഇനി എല്ലാം 1 ആയാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ നാൻഡിന്റെ കേസിലും പറഞ്ഞിരുന്നു, എല്ലാം 1 ആവുന്ന കേസിൽ മാത്രമാണ് അവിടെ എന്ത് വരുന്നത്? 0 വരുന്നത്. ബാക്കിയുള്ള കേസിലൊക്കെ അവിടെ 1 ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ, സോ ഇതാണ് നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. യൂണിവേഴ്സൽ ഗേറ്റുകളുടെ പ്രത്യേകത നമുക്ക് അറിയാൻ പറ്റും. നോർ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 പ്രൈമറി ഗേറ്റുകളും നമുക്ക് ഈ ഒരു നോർ ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അഥവാ നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ആൻഡ്, ഓർ, നോട്ട് മൂന്നിന്റെയും ഫംഗ്ഷനാലിറ്റി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. 3 ഗേറ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ത്രൂ നോർ വൈ. സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു നോർ ഗേറ്റ്. ഞാനിവിടെ കൊടുക്കുകയാണ് ഇൻപുട്ട് ആയിട്ട് എ എന്ന് ഇൻപുട്ട് കൊടുത്തു. സോ ഇവിടെ ശരിക്ക് ഇതിലൊരു എയും ഇതിലൊരു എയും പോകുന്നുണ്ട്. സോ നമുക്കറിയാം ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് എന്തായിരിക്കും? നോറാണ്. നോർ മീൻസ് ഓറിനെ നെഗേറ്റ് ചെയ്യാം. ഓർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിലൊരു എയും ഇതിലൊരു എയും പോയി കഴിഞ്ഞാൽ നമുക്ക് A+A എന്ന് കിട്ടും. A+A.
നോർ എന്ന് പറയുമ്പോൾ അതിന്റെ കോംപ്ലിമെന്റ് എ പ്ലസ് എയുടെ കോംപ്ലിമെന്റ്. ഇനി നമുക്കറിയാം എ പ്ലസ് എ ഈക്വൽ ടു എന്താണ് നമുക്ക് കിട്ടുക, എ ആണ്. ബൂളിയൻ ലോ പ്രകാരം എ പ്ലസ് എ ഈക്വൽ ടു എ എന്ന് കിട്ടും. സോ അതിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ നോക്കൂ, നമ്മൾ എ കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി, എ കോംപ്ലിമെന്റ് കിട്ടി. ഇതാണല്ലോ നോട്ട് ഗേറ്റ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേർട്ടഡ് ഫോം കിട്ടുന്നതാണ് നോട്ട് ഗേറ്റ്. സോ നോർ വെച്ച് നമുക്ക് നോട്ട് ഗേറ്റിനെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. സിംഗിൾ ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ടിന്റെ കോംപ്ലിമെന്റ് ഫോം ആയിരിക്കും. ഓക്കെ, ഇതാണ് നോട്ട് യൂസിങ് നോർ യൂസ് ചെയ്തിട്ട് നോട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനി എങ്ങനെയാണ് ഒരു നോർ ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ഇൻപുട്ട് ഉള്ള ഒരു നോർ ഗേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, എ ബി. ഇതിനെ നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി ഓൾ കോംപ്ലിമെന്റ്. റൈറ്റ്. എഗെയിൻ ഞാൻ ഈ ഔട്ട്പുട്ടിനെ വേറൊരു നോർ ഗേറ്റിലൂടെ കടത്തി വിടുകയാണ്. സോ എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും, ഇവിടെ നോക്കുക, ഇവിടെ എ കടത്തി വിട്ടപ്പോ നമുക്ക് എന്ത് കിട്ടി, അതിന്റെ കോംപ്ലിമെന്റ് കിട്ടി. റൈറ്റ്. എ കടത്തി വിട്ടപ്പോ നമുക്ക് ആ എയുടെ കോംപ്ലിമെന്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ പ്ലസ് ബി ഓൾ കോംപ്ലിമെന്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി ഓൾ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ്. റൈറ്റ്. സോ 2 കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻവല്യൂഷൻ ലോ പ്രകാരം, ബൂളിയൻ ആൾജിബ്രയിലുള്ള ഇൻവല്യൂഷൻ ലോ പ്രകാരം എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് എ എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, y ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. 2 കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും, റിമൂവ് ആയി പോകും. സോ എ പ്ലസ് ബി. അപ്പൊ നോക്കുക, എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് ബി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, ഓർ ഓപ്പറേഷൻ ആണ്. റൈറ്റ്. ഓർ യൂസിങ് നോർ ഗേറ്റ്. അതിന്റെ ഡയഗ്രാമാണ് ഈ കാണുന്നത്. ഒരു നോർ ഗേറ്റിലൂടെ ഞാൻ എ എന്ന് പറയുന്ന വേരിയബിൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, എ കോംപ്ലിമെന്റ്. ഇത് പ്രകാരം എ കോംപ്ലിമെന്റ് കിട്ടും. അതുപോലെ തന്നെ വേറൊരു നോർ ഗേറ്റിലൂടെ ഞാൻ ബി കടത്തി വിടുകയാണ്. സോ നമുക്കിവിടെ ബി കോംപ്ലിമെന്റ് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ, ഇതിന്റെ രണ്ടിന്റെ ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും ഒരു നോർ ഗേറ്റിലൂടെ കടത്തി വിട്ടു. സോ ഇവിടെ y ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്. ഡിമോർഗൻസ് ലോ പ്രകാരം എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓപ്പറേറ്റർ മാറും, പ്ലസ് ഡോട്ട് ആവും, അതുപോലെ തന്നെ കോംപ്ലിമെന്റ് എല്ലാം ഒഴിവാവും, അഥവാ എ ബി എന്ന് കിട്ടും. ഡിമോർഗൻസ് ലോ പ്രകാരം എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ എ ബി ആണ് അതിന്റെ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇവിടെ ഇൻപുട്ട് ആയിട്ട് എയും ബിയും നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് എ ബി ആണ്. എ ബി മീൻസ് അവിടെ നടക്കുന്നത് ഒരു ആൻഡ് ഓപ്പറേഷൻ ആണ്. നോർ ഗേറ്റ് വെച്ചിട്ട് നമ്മൾ 3 പ്രൈമറി ഗേറ്റുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, ആൻഡ്, ഓർ, നോട്ട് 3 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നോർ ഗേറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ്, നമ്മൾ 2 ഇൻപുട്ടും എ കൊടുത്ത് വിചാരിക്കുക, 2 ഇൻപുട്ടും എ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, എ പ്ലസ് എ ഓൾ കോംപ്ലിമെന്റ്. നമ്മൾ ഓൾറെഡി ചെയ്താണ്, എ പ്ലസ് എ എന്ന് വെച്ചാൽ ഈക്വൽ ടു എ കിട്ടും, എ കോംപ്ലിമെന്റ്. സോ 2 ഇൻപുട്ടും സെയിം ആണെങ്കിൽ നമുക്ക് അതിന്റെ കോംപ്ലിമെന്റ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, രണ്ടും സെയിം ഇൻപുട്ട് ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇനി നമ്മൾ കൊടുക്കുന്നത് എയും എ കോംപ്ലിമെന്റ് ആണ് വിചാരിക്കുക, ഒന്ന് എയും ഒന്ന് അതിന്റെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുക എ പ്ലസ് എ കോംപ്ലിമെന്റ്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിനെ ഓർ ചെയ്യുക, then അതിനെ നെഗേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ പറഞ്ഞത് നോർ. സോ ആദ്യം ഓർ ചെയ്തു, then നെഗേറ്റ്. നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു കോംപ്ലിമെന്റ് ലോ പ്രകാരം 1 ആണ്, 1 കോംപ്ലിമെന്റ് ഈക്വൽ ടു 0. സോ ഇവിടെ എയും എ കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ 0 ആണ് റിസൾട്ട്. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എയും 1 ഓട് വിചാരിക്കുക, എ പ്ലസ് 1 ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 കോംപ്ലിമെന്റ് ഈക്വൽ ടു 0. നമുക്ക് 0 കിട്ടും. ഇനി ഒരു ഇൻപുട്ട് എയും ഒരു ഇൻപുട്ട് 0യും ആവുന്ന കേസ്, ഓക്കെ, ഈ 1 റീപ്ലേസ് നമുക്ക് 0 കൊടുക്കാം. എയും 0യും എയും 0യും ആവുന്ന കേസിൽ നമുക്ക് എ പ്ലസ് 0 ബാർ എന്ന് കിട്ടും. എ പ്ലസ് 0 നമുക്കറിയാം എ ആണ്, സോ എ ബാർ. സോ ഒരു ഇൻപുട്ട് എയും ഒരു ഇൻപുട്ട് 0യും ആവുന്ന കേസിൽ നമുക്ക് എ ബാർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നോർ ഗേറ്റിന്റെ പ്രോപ്പർട്ടീസ്.
നോർ ഗേറ്റിന്റെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു നോർ ഗേറ്റിന്റെ ലോജിക് ഡയഗ്രാം എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ ട്രൂത്ത് ടേബിൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രൈമറി ഗേറ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിലൂടെ കണ്ടു കഴിഞ്ഞത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എക്സ് ഓർ എക്സ് നോർ ഗേറ്റുകളെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഷെയർ മൈ വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.